നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, ഇഷ്ടം മറ്റുള്ള അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിലും മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് ദ ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ ഇടയ്ക്ക് ഒരു തേർഡ് പേഴ്സന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക്, അതായത് തേർഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ഇപ്പൊ റിലേഷൻ തന്നെ ആയിക്കൊള്ളുന്നില്ല, ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു പേഴ്സൺ, ഫ്രണ്ട്സ് ആയിരിക്കാം, കൊളീഗ്സ് ആയിരിക്കാം, കസിൻസ് ആയിരിക്കാം. അങ്ങനെ നിങ്ങളുടെ റിലേഷനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ലെവലിലോട്ട് കൊണ്ടുപോകുന്ന, നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട്, ലെസ് കോണ്ടാക്ടിലോട്ടൊക്കെ വരുന്നതിന് റീസൺ ആവുന്ന ഒരു പേഴ്സൺ ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അത് നിങ്ങളുടെ റിലേഷനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു തേർഡ് പേഴ്സന്റെ ഇൻഫ്ലുവൻസ് എന്നുള്ളതാണ് കാണിക്കുന്നത്. ടെമ്പറൻസ് ആണ്. അതുപോലെ ദ മജീഷ്യൻ കാർഡും ഉണ്ട്. അതായത് ടെമ്പറൻസ് കാണിക്കുന്നത് ഇവിടെ ഒരു ബാലൻസിലോട്ട് റിലേഷൻ മുന്നോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഇടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും അതുപോലെ തന്നെ വീണ്ടും നിങ്ങൾ കണക്റ്റഡ് ആവുന്നുണ്ട്. അതായത് ഒരു പോസിറ്റീവ് സിറ്റുവേഷൻ നടക്കുന്ന അതുപോലെ തന്നെ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ നടക്കുന്നുണ്ട്. നിങ്ങളൊന്ന് അകന്ന് നിൽക്കുന്നു, വീണ്ടും നിങ്ങൾക്ക് തമ്മിലുള്ള ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള നിങ്ങളോടുള്ള നിങ്ങളുടെ പേഴ്സന്റെ ആ ഒരു ഇമോഷണൽ ബോണ്ടിങ് കൊണ്ട് വീണ്ടും അവർ തിരികെ വരുന്നു. അതുപോലെ നിങ്ങളും കണക്റ്റഡ് ആവുന്നു, വീണ്ടും നിങ്ങൾ സെപ്പറേറ്റഡ് ആവുന്നു. ആ രീതിയിലൊരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു കാർമിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. കാരണം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഇമോഷണൽ കണക്ഷൻ അത് അത്രയും ഒരു അതായത് ആ ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് സ്ട്രോങ് ആണ്. പക്ഷെ ഈ കർമ്മ ഇതിനിടയ്ക്ക് കളിക്കുന്നതുകൊണ്ട്, ഒരു കർമ്മ ഈ റിലേഷൻ ഇടയ്ക്ക് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു നെഗറ്റീവ് സൈഡ്, അതായത് നിങ്ങൾ മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും മറ്റൊരാളുടെ ഇടപെടൽ കൊണ്ട് പോലും നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, പ്രശ്നങ്ങൾ ക്രിയേറ്റഡ് ആവുന്നു. നിങ്ങൾക്ക് ഒരു സെപ്പറേഷനിലോട്ടും വഴക്കും പ്രശ്നങ്ങളിലോട്ടും നിങ്ങളെ റിലേഷൻ പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ ഇത് മജീഷ്യൻ കാർഡ് കാണിക്കുന്നത് ഇവിടെ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് നിസ്സാരമായിട്ട് ഉള്ള ഒരാളല്ല. അതായത് ഒരു നിസ്സാരക്കാരിയോ നിസ്സാരക്കാരനോ അല്ല. കാരണം അവരൊരു ഭയങ്കരമായിട്ട് നിങ്ങൾ തമ്മിലുള്ള റിലേഷനെ എതിർപ്പുള്ള ഒരു പേഴ്സൺ ആണ്. ഒരു ബ്ലാക്ക് മാജിക് എനർജിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്, വാശിയുള്ള ഒരാളാണ്. അതുപോലെ മറ്റൊരാളുടെ തകർച്ച ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുള്ളതാണ്. അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി മറ്റൊരാൾക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ തീരെ ഒരു മനസാക്ഷി ഇല്ലാത്തൊരു പേഴ്സൺ ആണ് ഈ ഒരു തേർഡ് പേഴ്സൺ എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവോ, അല്ലെങ്കിൽ ഇപ്പം തേർഡ് പേഴ്സൺ എന്ന് പറയുന്ന ആള് നിങ്ങളുടെ പേഴ്സണോടുള്ള ഇഷ്ടം കൊണ്ടാണെങ്കിൽ പോലും അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, അല്ലെങ്കിൽ അവരും മാനസികമായിട്ട് ഇതിനകത്ത് കടന്ന് വിഷമിക്കേണ്ടി വരുമോ എന്നുള്ളതൊന്നും അവർ മനസ്സിലാക്കുന്നില്ല. അല്ലെങ്കിൽ അതൊന്നും അവർക്കൊരു ബോധേഡല്ല. അവരുടെ ലക്ഷ്യം എന്താണോ അത് നേടിയെടുക്കാൻ വേണ്ടി എന്തും ചെയ്യും. മറ്റുള്ളവരെ എത്ര വേദനിപ്പിക്കാനും അവർ തയ്യാറാണ്, എന്ത് ചെയ്യാനും തയ്യാറാണ് എന്നുള്ള രീതിയിലാണ് ഈ തേർഡ് പേഴ്സൺ ഈ ഒരു റിലേഷനിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നുള്ളതാണ് കാണിക്കുന്നത്. അവരുടെ ഭാഗത്തുനിന്ന് ബ്ലാക്ക് മാജിക് എനർജി ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇതിപ്പം എല്ലാവർക്കും കണക്ട് ആയിക്കൊള്ളാം ന്നില്ല. അത്രയും സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും ചിലപ്പം ഇത്രയും ഒരു ഭയങ്കര ഒരു ക്രൂവൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു മാനസികമായിട്ട് ഒരു തീരെ ഒരു മറ്റുള്ളവരോട് ഒരു കരുണ ഇല്ലാത്ത ഒരാളാണെന്ന് അറിയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു പേഴ്സന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ബ്ലാക്ക് മാജിക് എനർജി അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അവര് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ തടസ്സപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. പേജ് ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ഒരു ബ്ലാക്ക് മാജിക് എനർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ റിലേഷൻ പ്രൊട്ടക്ട് ചെയ്യാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല ഇതുകൊണ്ടൊക്കെയാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊക്കെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അവർ ബിഹേവ് ചെയ്യുന്നത്, പഴയ പോലെ നിങ്ങളോട് ഇൻട്രസ്റ്റ് കാണിക്കാത്തത്, സ്നേഹം കാണിക്കാത്തത് എന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. പക്ഷെ അതാണ് റീസൺ എന്നുള്ളത് ആണ് ഇപ്പൊ കാണിക്കുന്നത്. അതായത് കാർഡ്സിലൂടെ കാണുന്നത് ആ ഒരു തേർഡ് പേഴ്സൺ ഉണ്ടെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഇൻഫ്ലുവൻസ് ആണെന്നുള്ളതാണ്.
എന്നാലും അവർ പരമാവധി റിലേഷൻ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവർക്കിത് നഷ്ടപ്പെടുന്നത് തീരെ സഹിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അവരവരുടെ ആത്മാവിനോട് ചേർത്ത് പിടിച്ചാണ് ഈ റിലേഷൻ കാണുന്നത്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫീലിങ്സും ഒക്കെ അവർക്കുണ്ട്. പക്ഷെ ചില സമയത്ത് അവർക്ക് അവരുടെ മൈൻഡ് അല്ലെങ്കിൽ അവരുടെ ചിന്തകളൊന്നും അവരുടെ കൺട്രോൾ അല്ല ഉള്ളത്. അതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ഈ റിലേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം നിങ്ങളുടെ പേഴ്സന്റെ. സയൻസ് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിലിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് കണക്റ്റഡ് ആവുന്ന രീതിയിൽ, അതായത് അവരുടെ ഭാഗത്തു നിന്ന് ഒരു കോണ്ടാക്ട് വരും, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു റീയൂണിയൻ ഉണ്ടാവുന്ന രീതിയിലുള്ളൊരു സയൻസ് ഒക്കെ നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നുണ്ടാവാം. ഒരു കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. ബ്ലസ്ഡ് എന്നാണ് കാണിക്കുന്നത്. അതായത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഈ റിലേഷൻ നഷ്ടപ്പെടുത്താതെ ചേർത്ത് നിർത്തുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഈ റിലേഷൻ വേണ്ടി എഫേർട്ട് ഇടുന്നുണ്ട്. നിങ്ങൾ പേഴ്സണെ നിങ്ങൾ പരമാവധി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ ബ്ലസ്ഡ് ആണ്. നിങ്ങളെ പോലെ ഒരു പേഴ്സണെ അവർക്ക് കിട്ടിയതിൽ അവർ ബ്ലസ്ഡ് ആണെന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. 1992 ഭരണി, ഒക്ടോബർ, ഫെബ്രുവരി, ഏപ്രിൽ, ജനുവരി, ഡിസംബർ 1997, 1993, പൂരം, ലെറ്റർ ജെ, മകം, ലെറ്റർ എ, തിരുവനന്തപുരം, കൊല്ലം, ലെറ്റർ സി, ലെറ്റർ എഫ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.